ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് ബൈറ്റ്സ് ഇല്ലേ, ചോക്ലേറ്റും സ്ട്രോബെറി ഫ്ലേവറും ഒക്കെ ഉള്ള അതിന് സിമിലറായിട്ടുള്ള ഹൽദിറാംസിൻ്റെ 2 ഫ്ലേവറിലുള്ള ക്രീം ഫിൽഡ് വേഫർ പഫ്സാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്ട്രോബെറി ഫ്ലേവറും അതിനുശേഷം ചോക്ലേറ്റ് ഫ്ലേവറും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന സ്ട്രോബെറി ഫ്ലേവറാണ്. അതിൽ ഹൽദിറാം പീലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. പീലോസ് എന്നാണ് കേട്ടോ ഈ ബൈറ്റ്സ് എന്നുള്ളത് പോലെ ഇതിൻ്റെ പേര്. ഇത് പെർ പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി 25 ഗ്രാമാണ്. അതുപോലെ തന്നെ പ്രൈസ് 10 രൂപയാണ്. ബാക്കിലായിട്ട് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട്. അതും ആവശ്യമുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഫ്ലേവേഴ്സ് ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വാനില, ഓറഞ്ച്. ബാക്കി നമ്മൾ ചോക്കോ ബ്ലോക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണെന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല എയർ ഫിൽഡ് ആയിട്ടുള്ളൊരു പാക്കറ്റാണ് കേട്ടോ. 25 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ബാക്കി മൊത്തം എയർ ആണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പാക്കറ്റ് പൊട്ടിക്കുമ്പോഴത്തേക്കും സ്ട്രോബെറിയുടെ ചെറിയ മണം വരുന്നുണ്ട് കേട്ടോ ഈ പാക്കറ്റിൻ്റെ ഉള്ളിലൊന്നും. ഉണ്ടോ? നമ്മുടെ പഴയ ബൈറ്റ്സിനും സ്ട്രോബെറി ഉണ്ടായിരുന്നു, സ്ട്രോബെറിയും ചോക്ലേറ്റും ഉണ്ടായിരുന്നു. ഏകദേശം സിമിലറായിട്ട് തന്നെയാണ് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ 90s കിഡ്സ് എല്ലാവരും ഒരുപാട് തപ്പി നടക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് ഈ ബൈറ്റ്സ് എന്ന് പറയുന്നത്. ബൈറ്റ്സ് ശരിക്കും കാഡ്ബറിയുടെ പ്രോഡക്റ്റ് ആയിരുന്നു. ഹൽദിറാം അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹൽദിറാമിൻ്റെ കണ്ടപ്പോൾ വാങ്ങിയത്. ബാക്കി പല കമ്പനീസും ഇതുപോലെ തന്നെ ബൈറ്റ്സിന് സിമിലറായിട്ടുള്ള ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ സ്ട്രോബെറി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ വേഫറിൻ്റെ അകത്ത് ക്രീമും ആയിട്ടുള്ള ടേസ്റ്റാണ്. ബൈറ്റ്സിൻ്റെ ഏകദേശം സ്ട്രോബെറിയുടെ അതേ ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ചോക്കോ ബ്ലോക്ക് പീലോസ് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ഇത് പൊട്ടിച്ചപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു കറക്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ഇല്ല. എന്നാലും നമുക്കിതിൻ്റെ ടേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ചോക്കോ ബ്ലോക്ക് എന്നാണ് ഇതിനവർ പേരിട്ടിരിക്കുന്നത്. ക്രീം ഫിൽഡ് വേഫർ പഫ്സാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ബൈറ്റ്സ് ഉണ്ടല്ലോ ക്ലാസിക്, അതും ചോക്കോ ഫിൽഡാണ്. സോ അതിൻ്റെ ഒരു ടേസ്റ്റ് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കുക. ഇതിൻ്റെ ക്വാണ്ടിറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 ഗ്രാംസാണ്. അതുപോലെ തന്നെ പ്രൈസ് വന്നിട്ട് 10 രൂപയാണ്. ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ താഴെയായിട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ആവശ്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. പൊട്ടിച്ചപ്പോൾ കാണാൻ ഏകദേശം ബൈറ്റ്സ് പോലെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ചോക്ലേറ്റ് ബൈറ്റ്സിൻ്റെ ആ ഒരു വേഫർ വൈറ്റ് കളറായിരുന്നു, കുറച്ചുകൂടെ ഒരു വൈറ്റ് കളറും അതിൽ ഈ ചോക്ലേറ്റ് സ്ട്രൈപ്സും ആണ്. ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കളറാണ് ശരിക്കും അതിൻ്റെ വേഫറും. അതിന് പുറത്തുള്ള സ്ട്രൈപ്സ് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ നിറമാണ്. ആ ഒരു പോക്കറ്റ്സ് എല്ലാം കാണാൻ ബൈറ്റ്സ് പോലെ തന്നെയാണ്. നമ്മൾ ബൈറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടറ്റം ഇങ്ങനെ പൊടിഞ്ഞിരിക്കാറുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ടേസ്റ്റ് പറയുവാണെങ്കിൽ അതേ ബൈറ്റ്സിൻ്റെ ടേസ്റ്റ് ഞാൻ പറയുന്നില്ല, കാരണം അത് കാഡ്ബറിയാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വരുന്നത്. അപ്പോൾ കാഡ്ബറി ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ കാഡ്ബറിയുടെ, അതായത് നമ്മുടെ ഡയറി മിൽക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് വരിക. ഇത് കുറച്ചുകൂടെ വേറൊരു രീതിയിലുള്ള ഒരു ചോക്ലേറ്റ്, പക്ഷേ സ്റ്റാൻഡേർഡ് ചോക്ലേറ്റ് ഫില്ലിംഗ് തന്നെയാണ് ഉള്ളത്. നമുക്കൊരിക്കലും കാഡ്ബറിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ആ ഫില്ലിംഗ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ 2 ഫ്ലേവർ, ചോക്ലേറ്റും അതുപോലെ തന്നെ സ്ട്രോബെറിയും. ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്തതിന് ശേഷം വാനില കൂടെ വാങ്ങിയായിരുന്നു കേട്ടോ. വാനില ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു ഊഹിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെയാണ്. സോ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.